ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് 10th സ്റ്റാൻഡേർഡിൽ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ചാപ്റ്റർ പഠിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഫണ്ടമെന്റൽസ് അറിഞ്ഞിരിക്കണം. അതിലൊന്ന് പോളിനോമിയൽസ്. നമ്മൾ 9th-ലും 10th-ലും പോളിനോമിയൽസ് പഠിച്ചിട്ടുണ്ട്. സോ അത് നമുക്കറിയണം. ദെൻ സ്ക്വയർ റൂട്ട്സ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനകത്ത് ഉള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് square roots അറിയണം. Then factorization using identities and factorization of quadratic polynomials. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനായിട്ട് വളരെ കുറച്ച് ടോപ്പിക്സ് തന്നെ ഉള്ളൂ. സോ അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് ജനറൽ ഫോം ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നും അതിന്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാം എന്നാണ് ആദ്യം പഠിക്കുന്നത്. ഫോം എഴുതിയതിനു ശേഷം എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? അത് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ സോൾവ് ചെയ്യണം. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 4 മെത്തേഡ്സ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതില് ഫസ്റ്റ് വൺ ഇസ് ഫാക്ടറൈസേഷൻ, പിന്നെ second one is completing the square, third one is quadratic formula, and fourth one is graphical method. അങ്ങനെ 4 മെത്തേഡ്സിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. പിന്നെ ഇതിൽ നേച്ചർ ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏത് രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താലും നമുക്ക് കുറച്ച് വേർഡ് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നത് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള കുറച്ച് വേർഡ് പ്രോബ്ലംസ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആംഗ്രി ബേർഡ്സ്, ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ ആംഗ്രി ബേർഡ്സ് കളിച്ചിട്ടുണ്ടാവും അല്ലെ? ആംഗ്രി ബേർഡ്സിനകത്ത് ആ പിഗിനെ ബേർഡ്സിനെ തട്ടിയിടണമെന്നുണ്ടെങ്കിൽ ആ ബേർഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു പാത്ത് കണ്ടിട്ടുണ്ടോ? നോക്കൂ, ആ ഒരു പാത്ത് ഏകദേശം ഒരു സി പോലത്തെ ഈ ഒരു പാത്ത്, ഡോട്ടഡ് ലൈൻസ് കാണുന്ന ആ പാത്ത്, അത് ഏത് രീതിയിലുള്ള ആ പാത്തിന് എന്തെങ്കിലും പേരുണ്ടോ? നമ്മൾ ഇത്രയും നാളും പല ടൈപ്പ് ഓഫ് പാത്ത് പഠിച്ചിരുന്നു. സ്ട്രെയിറ്റ് ലൈൻസ് പഠിച്ചിരുന്നു, ദെൻ കർവ്ഡ് പാത്ത്, സർക്കുലർ പാത്ത് പഠിച്ചിരുന്നു. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ പാത്തിന് എന്ത് പേരായിരിക്കും കൊടുക്കുക? സോ ഇത് നമുക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. സോ ഇക്വേഷൻ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും. നമ്മള് ലാസ്റ്റ് ഇയർ ലീനിയർ ഇക്വേഷൻ പഠിച്ചിരുന്നു. ഈ ലീനിയർ ഇക്വേഷനും ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഒക്കെ വരുന്നത് അതിന്റെ ഡിഗ്രിയിൽ നിന്നാണ്. ഡിഗ്രി എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു ഇക്വേഷൻ ജസ്റ്റ് എഴുതുകയാണ്. സേ x² + 5x + 3 = 0. ഇപ്പൊ ഞാൻ എഴുതിയത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ബട്ട് സ്റ്റിൽ അത് എങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, ഇവിടുത്തെ വേരിയബിൾസ് എന്തൊക്കെയാണ്? എക്സ് അല്ലെ, എക്സ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വേരിയബിൾ. ആൻഡ് വേരിയബിളിന്റെ പവർ നോക്കൂ. ഇവിടെ ആദ്യത്തെ എക്സിന്റെ പവർ 2, ഇവിടുത്തെ എക്സിന്റെ പവർ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, അതിനർത്ഥം ഇവിടെ 1 ആണ്. സോ ഇതിൽ ഹൈയസ്റ്റ് ഏതാണ്? x². അതാണ് എന്റെ ഡിഗ്രി. സോ ഈ ഇക്വേഷന്റെ ഡിഗ്രി ഈസ് 2. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇക്വേഷൻ ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് ഈക്വൽ ടു സൈൻ. ഇനി ഈ ഒരു ഇക്വേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതില് ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് എന്റെ ഡിഗ്രി പറയുന്നത്. സോ ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് വി കോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. സപ്പോസ് ഇപ്പൊ ഈക്വൽ ടു 0 ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ,
This is a quadratic polynomial. Equal to 0 അല്ലെങ്കിൽ equal to symbol ഉണ്ടായിരുന്നെങ്കിൽ this will become a quadratic equation. Okay. അപ്പൊ ഇനി quadratic equationsനുള്ള ജനറൽ ഫോം നമുക്ക് എഴുതാം. എങ്ങനെയാ വെച്ചാല് a x squared plus b x plus c equal to 0. For example, ഇവിടെ a, b and c are constants. എന്തെങ്കിലും നമ്പേഴ്സ് ആവാം. അതേസമയം എക്സ് വേരിയബിൾ ആണ്. ഇനി എക്സ് മാത്രം എഴുതണം എന്നില്ല കേട്ടോ. എക്സ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ എക്സ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ആൽഫബറ്റ് എടുക്കാം. സി വൈ സ്ക്വയർഡ് പ്ലസ് 5y പ്ലസ് 6 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. വേറൊരെണ്ണം ഞാൻ എഴുതാം. സി 3y സ്ക്വയർഡ് ഈക്വൽ ടു 8. ഇതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എങ്ങനെയാന്നല്ലേ നോക്കൂ. ഇവിടുത്തെ വേരിയബിൾ പറഞ്ഞാല് ആകെ y മാത്രമേ ഉള്ളൂ. ആൻഡ് yന്റെ ഡിഗ്രി 2 ആണ്. സോ ഡിഗ്രി 2 ഉള്ളതെല്ലാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഓർ നോട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി ഒരു പവർ 2 കണ്ടു. അപ്പൊ എടുത്ത് ചാടണ്ട, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അത് ജനറൽ ഫോമിലല്ല കിടക്കുന്നത്. നമ്മുടെ ജനറൽ ഫോം പറഞ്ഞാല് എങ്ങനെയാണ്? എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഈ ഫോമിൽ അതിന് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാം. സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർഡ് ഈക്വൽസ് 2 ഇൻറ്റു x minus 3. Okay. So a plus b whole squared എങ്ങനെയാ ഓപ്പൺ ചെയ്യാ? a squared plus 2ab plus b squared equals ഈ 2 ഓപ്പൺ ചെയ്യാം. 2 ഓപ്പൺ ചെയ്യാനായിട്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ കെയർഫുൾ ആയിരിക്കണം. 2x minus 6. x squared plus 2x plus 1 equals 2x minus 6. ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. നോക്കാം. എക്സ് ടേംസ് എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ എക്സ് സ്ക്വയർഡ് പ്ലസ് 2x മൈനസ് 2x എല്ലാത്തിനും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ പ്ലസ് 1 പ്ലസ് 6 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർഡ് ദിസ് ക്യാൻസൽസ് പ്ലസ് 7 ഈക്വൽ ടു 0. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ? അപ്പം ചെക്ക് വെദർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം. എക്സ് സ്ക്വയർഡ് എ എക്സ് സ്ക്വയർഡിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? ഇനി പ്ലസ് 7 ഇവിടെയാണ്. ആൻഡ് ബി ഇവിടെ ഇല്ല. ബി എക്സ് ഇവിടെ ഇതിനകത്ത് കാണുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. എക്സ് സ്ക്വയർഡ് പ്ലസ് 0x പ്ലസ് 7 ഈക്വൽ ടു 0 അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 0യും എക്സ് സ്ക്വയർ പ്ലസ് 0x പ്ലസ് 7 ഈക്വൽ ടു 0യും സെയിം തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വരുമ്പോ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3. അപ്പൊ ഇത് രണ്ട് ബ്രാക്കറ്റ്സ് ഉണ്ട്. സോ ഇത് വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ എക്സ് ടൈംസ് എക്സ്, പിന്നെ എക്സ് ടൈംസ് 1, പിന്നെ നെഗറ്റീവ് 2 ഇൻറ്റു എക്സ് ആൻഡ് നെഗറ്റീവ് 2 ഇൻറ്റു 1 ചെയ്യാം. അപ്പൊ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇൻറ്റു എക്സ്, എക്സ് മൈനസ് 2x മൈനസ് 2 ഈക്വൽ ടു, ഇവിടെയും അതുപോലെ തന്നെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർഡ് പ്ലസ് 3x മൈനസ് 1x മൈനസ് 3. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ എക്സ് എല്ലാത്തിനും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. സോ എക്സ് സ്ക്വയർഡ് പ്ലസ്, ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് മൈനസ് 2x മൈനസ് എക്സ്
minus 2 minus x squared minus 3x plus 1x plus 3 equal to 0. എല്ലാ അപ്പുറത്തേക്ക് പോയല്ലോ, എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് പോയി, റൈറ്റ് സൈഡിലൊന്നുമില്ല, 0. So x squared and minus x squared, അത് ക്യാൻസൽ ആവും. Then minus negative x and positive x, അതും ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? -2 and +3, അത് 1, and then ഇവിടെ ഒരു -3x ഉണ്ട്. So 1 minus 3x equal to 0. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്താ വരിക? ഇവിടെ ഉള്ള വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് മാത്രമാണ് അല്ലെ? സോ ഇവിടെയുള്ള വേരിയബിൾ എക്സ് ആണ്, അതിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, ഇറ്റ്സ് എ ലീനിയർ ഇക്വേഷൻ. ഡിഗ്രി 1 ഉള്ളതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലീനിയർ ഇക്വേഷൻ. സോ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Represent the given situation in the form of quadratic equations. Okay. അപ്പോൾ ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ടുണ്ട്, നമുക്ക് അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലേക്ക് ആക്കാം. The product of two consecutive numbers is 306. We need to find the integers. നമുക്ക് ജസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്താൽ മാത്രം മതി, നമ്പേഴ്സ് ഒന്നും കണ്ടുപിടിക്കണ്ട. സോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. ടു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തടുത്തുള്ള നമ്പേഴ്സ്. ഇപ്പൊ ഒരു നമ്പർ 6 എടുത്താൽ അടുത്ത നമ്പർ 6 + 1 7 ആയിരിക്കും. ഒരു നമ്പർ 8 എടുത്താൽ നെക്സ്റ്റ് നമ്പർ 8 + 1 9 ആയിരിക്കും. അപ്പൊ അതേപോലെ ഞാൻ ഒരു നമ്പർ എക്സ് എടുത്താൽ നെക്സ്റ്റ് നമ്പർ x + 1 ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് ദ നമ്പേഴ്സ് ബി x and x + 1. ഇനി എന്താ ഇവര് പറഞ്ഞിരിക്കണേ? അവരുടെ പ്രോഡക്റ്റ് 306. പ്രോഡക്റ്റ് പറഞ്ഞാല് ഇതല്ലേ നമ്മുടെ രണ്ട് നമ്പേഴ്സ്, എക്സും x + 1ഉം. പ്രോഡക്റ്റ് പറഞ്ഞാല് x × x + 1. ഓക്കെ, x + 1 ഒരു ബൈനോമിയൽ ആയത് കാരണമാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടത്. ഈസ് ഈക്വൽ ടു 306. ഇനി ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ ആക്കണം. സോ ജസ്റ്റ് എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. x² + x equal to 306. ജനറൽ ഫോമിൽ എഴുതാൻ നമുക്കൊന്ന് x² + x - 306 equal to 0. So this is the answer. Determine whether x equal to √2/3 is a solution of ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3x² - 2√6x + 2 equal to 0. സോ ഫസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ എഴുതാണ്. ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം. ദാറ്റ് ഈസ് 3x² - 2√6x + 2. ഓക്കെ, അതില് x equal to √2/3 എന്ന് പറയുന്ന വാല്യൂ കെയർഫുൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കാം, 3 × എക്സിന്റെ പ്ലേസിൽ √2/3. മേളിലൊരു സ്ക്വയർ ഉണ്ട്, സോ ഇതിലും സ്ക്വയർ ഇടും. -2√6 x അഗൈൻ, അപ്പോൾ √2/3 + 2. അപ്പൊ നോക്കാം, ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? √2/3 the whole square. അപ്പൊ എന്താ √2/3 the whole square പറഞ്ഞ √2/3 × √2/3 അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് 2/3 തന്നെ വരും. അപ്പൊ ഇവിടെ വരുന്നത് 3 × 2/3 - 2√6 × √2/3 എനിക്ക് എന്ത് എഴുതാം? √2/√3 + 2. ഇവിടെ 3 and 3 ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് ഒരു 2 ആണ്. മൈനസ് ഇവിടെ √3ഉം √6ഉം ക്യാൻസൽ ആവും, ഒരു √2 വരും. കാരണം നമുക്കറിയാമോ √3 × √2 ആണ് √6. അപ്പോ 2 - 2 × √2 × √2 ഉണ്ട്, അത് 2 ആണ് + 2. ഓക്കെ, അപ്പൊ 2 + 2 is 4 - 2 × 2 is 4. That is equal to 0.
ഇതാണ് നമ്മളുടെ RHS അല്ലെ. അപ്പൊ എന്താ LHS ഈക്വൽ ടു RHS എന്ന് കിട്ടിയില്ലേ. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore x equal to square root of 2/3 is a solution of the given quadratic equation. Okay.